ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6-ൽ കണ്ണൻ സായി എടുത്ത പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇലക്ഷനെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ കണ്ണൻ സായി ചെയ്ത ഈ ഒരു പ്രവൃത്തി വളരെയധികം ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. കണ്ണൻ സായി നാളെ നന്ദനയുടെ വീട്ടിൽ പോകുമെന്നുള്ള സൂചനകളാണ് നേരത്തെ ലഭിച്ചിരുന്നത്. കണ്ണൻ സായിയുടെ ഭാര്യയായ സ്നേഹ ഈ ഒരു വിഷയത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, ഇവരുടെ ഒരു ആർമി ഗ്രൂപ്പിൽ പൊട്ടിത്തെറിക്കുകയുണ്ടായി എന്നാണ് ഞാൻ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ വോയിസ് ക്ലിപ്പുകളും കേട്ടിരുന്നു ഇവരുടെ സുഹൃത്തുക്കളുടെ. എന്നാൽ അതൊക്കെ സ്വന്തം വീഡിയോയിൽ കണ്ണൻ സായിയുടെ ഭാര്യ സ്നേഹ നിഷേധിച്ചു. ഞാനത് കണ്ട വീഡിയോ മാത്രമല്ല, കണ്ണൻ സായി ചെയ്തത് വലിയ ഒരു പ്രവൃത്തിയാണെന്നുള്ള രീതിയിൽ ഒരുപാട് പുകഴ്ത്തി പറയുന്നുമുണ്ട് സ്നേഹ കണ്ണനെ. എന്നാൽ ഇതിനു മുമ്പ് സ്നേഹ കണ്ണനെ വിമർശിച്ചിട്ടൊക്കെയുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെയൊക്കെ സുഹൃത്തെന്ന നിലയിൽ ഇനി എങ്ങനെയാണ് കണ്ണൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് ഞാനിപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പോയ കണ്ണനല്ല തിരിച്ചു വരുന്നത്, മറ്റൊരാളായാണ് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ സ്നേഹ എടുത്തു പറയുന്ന ഒരു കാര്യം, പൈസ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കണ്ണൻ്റെ ഇഷ്ടമാണ്. കണ്ണൻ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഇടങ്കോലിടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് പൈസ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് സായി കൃഷ്ണയുടെ വൈഫായ സ്നേഹ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, 5 ലക്ഷം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു വ്യക്തിയല്ല സായി. അതിനുശേഷം സായിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. സായി കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബിഗ് ബോസിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്, ഒരു വ്യത്യസ്തനായ കണ്ടസ്റ്റൻ്റ്. അതായത് ഈ ഒരു പണപ്പെട്ടി വെച്ച് 5 ലക്ഷം രൂപ ആദ്യത്തെ ഓഫറിൽ തന്നെ ചാടിപ്പോയി എടുക്കുക. ഒരുപക്ഷെ ഒരു 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വരെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ എന്തേ ഈ കണ്ണൻ സായിക്ക് സാധിച്ചില്ല? സ്ഥിരമായി ബിഗ് ബോസ് കാണുന്നൊരു വ്യക്തിയാണ്, എല്ലാം ഇഴകീറി പരിശോധിക്കുന്ന ഒരാളാണ്. 4-5 ലക്ഷം കൂടുതൽ കിട്ടിയ എന്തോ പുളിക്കുമോ? പിന്നെ കണ്ണൻ സായി പറഞ്ഞ മറ്റൊരു കാര്യം, ഒരുപക്ഷെ താൻ നല്ലൊരു മനുഷ്യനായതിനു ശേഷം താൻ വിജയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതിന് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഗിൽറ്റി ആയി പോവും എന്ന് കണ്ണൻ സായി പറയുന്നുണ്ട്. അതുകൊണ്ട് താൻ വിജയിയാവാൻ ആഗ്രഹിക്കുന്നില്ല. ആക്ച്വലി കണ്ണൻ സായിക്ക് വോട്ടില്ല എന്നുള്ളത് കണ്ണൻ സായി മനസ്സിലാക്കി. ഇനി കണ്ണൻ സായിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് വോട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്ത് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിന്നർ ആകുമായിരുന്നു എന്നൊരുപക്ഷെ കണ്ണൻ സായി വായിച്ചേക്കാം. കാരണം കണ്ണൻ്റെ വോട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല, കാരണം കണ്ണൻ പുറത്തായിട്ടില്ല. മാത്രമല്ല, വോട്ടില്ലാത്തതിൻ്റെ പേരിൽ പ്രേക്ഷക വിധിയെ തുടർന്ന് കണ്ണൻ ഒരിക്കലും ഇനി പുറത്താകില്ല ബിഗ് ബോസിൽ നിന്ന്. സോ ഇവിടെ കണ്ണൻ്റെ ഒരു കുടില തന്ത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിഗ് ബോസിൽ നിന്നും പ്രേക്ഷക വിധിയിലൂടെ ഔട്ടാകാൻ കണ്ണൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കണ്ണൻ സായി എന്ന വ്യക്തിക്ക് ബിഗ് ബോസിൽ നിന്ന് വിന്നറാവാൻ സാധിക്കില്ല, എന്നാൽ പുറത്താകാനും കണ്ണൻ സായിക്ക് ആഗ്രഹമില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അടുത്ത സുഹൃത്തുക്കളോട് സായി ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോയത് താൻ കപ്പടിക്കുമെന്ന്. വളരെ ദൃഢനിശ്ചയത്തിലാണ് പോയത്. എന്നാൽ അവിടെ പോയി ഈ പറയുന്ന പോലെ കണ്ണൻ സായി എന്നുള്ളൊരു ആളായി മാറി, ഒരു ഓമനത്വമുള്ള, ഒരു ദിവ്യത്വമുള്ള ഒരു മഹാത്മാഗാന്ധിയെ പോലും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു കരണം കാണിച്ചാൽ മറു കരണം കാണിച്ചു കൊടുക്കുന്ന യേശുദേവനെ പോലെ അത്തരത്തിലൊരു മഹാനുഭാവുലുവായി മാറി ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന് മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്ന കണ്ണൻ സായിക്ക് ഇനി ഒരിക്കലും പഴയ സീക്രട്ട് ഏജൻ്റായി കാറിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് വരികയാണ്. സോ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലൈഫ് വളരെ ചലഞ്ചിങ് ആണ്. പേഴ്സണലി എനിക്ക് സായി കൃഷ്ണനെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ പൊളൈറ്റായിട്ട്, വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ് സായി കൃഷ്ണൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇതായിരിക്കാം ഇവിടെ കാണിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി. ഇത്രയും വേണ്ടിയിരുന്നില്ല കണ്ണൻ സായി. എനിവേ, ഇവിടെ ധാരാളം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കണ്ണൻ സായി നന്ദനയുടെ വീട്ടിൽ പോയി പൈസ കൈമാറണമെന്നാണ്. എന്നാൽ അതിന് ഇപ്പോൾ വലിയ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ കണ്ണൻ സായി നന്ദനയുടെ വീട്ടിൽ പോയേക്കില്ല എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. ഇപ്പോൾ സ്നേഹ തന്നെ പറയുന്നു അത്തരമൊരു പോസിബിലിറ്റിക്ക് ചാൻസ് കുറവാണെന്നാണ് സ്നേഹ പറയുന്നത്. എന്നാൽ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ സ്നേഹ ആദ്യം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ സായിയുടെ തന്നെ സുഹൃത്തായ ജിത്തുവായി ഒരുപക്ഷെ വളരെ വൈകാരികമായിരിക്കും പ്രതികരിക്കുക. ഒരുപക്ഷെ ക്യാമറയുടെ മുന്നിൽ സായിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞേക്കാം. ഇനി അവരുടെ ഉള്ളിൽ വലിയൊരു വിഷമമാണ്. കാരണം ഒന്ന് പൊരുതി നോക്കാൻ തയ്യാറാവാതെ മടങ്ങുന്ന ഒരു കണ്ണൻ സായിയാണ് ഞാൻ കണ്ടത്. അതിൻ്റെ പ്രധാന കാരണം, കണ്ണൻ സായിക്ക് ഒരിക്കലും എവിക്റ്റായി പുറത്ത് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, അത് നാണക്കേടായിരുന്നു. എന്നാൽ പെങ്ങളുകുട്ടിക്ക് വേണ്ടി പെട്ടി എടുത്തു എന്ന് പറയുന്ന കണ്ണൻ സായി ഇനി പെങ്ങളുകുട്ടിക്ക് എത്രത്തോളം പെട്ടി നൽകുമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.
എനിവേ നൽകിയാണെങ്കിൽ ചരിത്ര മുഹൂർത്തം തന്നെയാവും. അതിൽ തന്നെ കണ്ണൻ സായി എല്ലാവരാലും ഓർക്കപ്പെടും. എനിവേ അത്തരമൊരു മുഹൂർത്തം ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൻ സായി ഈ ഒരു ടാസ്ക് നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. 10 ലക്ഷം രൂപയോളം വീണ്ടും വെച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം കണ്ണൻ കാണിച്ച്. ഒരുപക്ഷെ 12 ലക്ഷം തന്നെ വെക്കുമായിരുന്നു. വീണ്ടും 10 ലക്ഷം വെക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോറയോ ഋഷിയോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നോറ തന്നെ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നാളെ നമുക്കറിയാൻ സാധിക്കും. എനിവേ കണ്ണൻ സായിയുടെ ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.